ഹായ്, ഞാൻ ഷമീം. നമ്മൾ ഇപ്പം ഹോം കുക്കിംഗ് സീരീസിന്റെ മൂന്നാമത്തെ സീരീസാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷഹീന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലുലുന്ന് എല്ലാ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നു. അപ്പോൾ ഇവരോട് ആദ്യം നമ്മൾ റിക്വയർമെന്റ് എടുത്തിരുന്നു. നിങ്ങൾക്ക് ഏത് ഫുഡാണ്, ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് വേണ്ടത്, അതിനനുസരിച്ചാണ് ഞാൻ ഇതുവരെ ചെയ്യുന്ന എല്ലാം അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ ക്യുസീനാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു 3 അല്ലെങ്കിൽ 4 റെസിപ്പി ചെയ്യും. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് ലുലുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്നു. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ ഈ വ്ളോഗിൽ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് വിടാം. നിങ്ങൾക്ക് കാണാം എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കാണാം. ഇവിടെ തൊട്ടടുത്തുള്ള അൽക്കൂദ് ലുലുലാണ് പോയത്. അപ്പോൾ നമുക്കത് പിന്നെ എന്താ പറയുക, ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ഹോം കുക്കിംഗ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഇതിൽ ഷഹീൻ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഷഹീന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ലുലുവിൽ എത്തിയിട്ടുള്ളത്, ലുലുന്ന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇറ്റാലിയൻ ക്യുസീനെ ചെയ്യാൻ പോകുന്നത്. ഇറ്റാലിയൻ ക്യുസീനിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പോകാം അല്ലേ? ഓക്കെ ഓക്കെ, അവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ ബോൺലെസ് മീറ്റ് എടുക്കുന്നത്. ശരിക്കും എൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവും. 3 പിന്നെ ഇത് ചെയ്യുന്നത് 3 റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 റെസിപ്പിക്കും പിന്നെ ചിക്കൻ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ടൈം കിട്ടുവാണെങ്കിൽ സ്റ്റേക്ക് ഞാൻ കാണിക്കാം. അത് കണ്ടിന്യൂസ് ആ ഒരു ടൈമിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒന്ന് സെപ്പറേറ്റ് കാണിക്കാം. ഞാൻ എന്തായാലും സ്റ്റേക്ക് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. സ്റ്റേക്കിൻ്റെ അതിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വിടാം. അപ്പോൾ ഇപ്പം ബോൺലെസ് ചിക്കൻ എടുക്കാം നമുക്ക്. നമ്മൾ കഴിക്കാൻ നമ്മൾ ഞാനും എൻ്റെ വൈഫും മൂപ്പര വൈഫും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തു വെക്കാം. ഇത് റിബൈ സ്റ്റേക്ക് എന്ന് പറയും. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്ത സിർലോയിൻ സ്റ്റേക്ക് എന്ന് പറയും. ഇങ്ങനെ സ്റ്റേക്കിൽ പല ടൈപ്പ് സ്റ്റേക്കുകളുണ്ട്. ഇത് ബ്രേസിങ് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതിൽ വളരെ തിന്ന് സ്ലൈസ് ആയിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് സിർലോയിൻ എടുക്കുന്നുണ്ട്. ഇവർക്കൊന്ന് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് 4 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത റെസിപ്പിയാണ്, പക്ഷെ അതിൽ സോസ് മാറ്റിയിട്ടൊന്ന് ചെയ്യാം. പിന്നെ പാസ്ത ഒരുപാട് വെറൈറ്റി പാസ്തകളുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. കുറേ ടഗ്ലറ്റായി, പിന്നെ നോക്കി, പെന്നെ, ഫ്യൂസിലി, സ്പെഗറ്റി ഒക്കെ ഉണ്ട്. അതിൽ നാട്ടിൽ നമുക്ക് പൊതുവെ അവൈലബിൾ സ്പെഗറ്റി, പിന്നെ ഫ്യൂസിലി, പെന്നെ, ഈ 3 അവൈലബിൾ ആയിരിക്കും. അതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് പെന്നെ ടൈപ്പാണ്. പെന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു കാറ്റഗറിക്ക് വരുന്നതിനാണ് പെന്നെ എന്നുള്ള ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. പിന്നെ ഇതിൻ്റെ തന്നെ മൾട്ടി കളേഴ്സ് കാണാം. പിന്നെ ഡിഫറെൻറ്റ് സൈസസ് കാണാം. എന്തായാലും ഞാനിപ്പോൾ എന്തായാലും പെന്നെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2-3 പാക്കറ്റ് എടുക്കാം. ഇവർ ബാക്കി പിന്നീട് യൂസ് ചെയ്തോട്ടെ. അപ്പോൾ മഷ്റൂം എടുക്കും. ഞാൻ മഷ്റൂം സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് മഷ്റൂം തന്നെ എടുക്കുന്നത് കേട്ടോ. ഇതാ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ നമുക്ക് ബേസിൽ ലീവ്സ് വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഈ ബേസിൽ ലീവ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിൽ ലീവ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ പിസ്സ ഇതിനെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിൽ ലീവ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പാലക്കില്ലേ, നാട്ടിൽ കിട്ടുന്ന പാലക്ക്, അത് പാലക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചീര, വെച്ചാൽ റെഡ് അല്ല ഗ്രീൻ കളറിൽ വരുന്ന ചീര വെച്ചിട്ടും ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ റെസിപ്പി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. 3-4 ഉറപ്പൊന്നും പറയുന്നില്ല. അവിടെ എത്തിയിട്ട് ടൈം നോക്കിയിട്ട് 3-4 റെസിപ്പി എന്തായാലും ചെയ്യും പരമാവധി. പിന്നെ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി ബില്ലിങ്ങിലേക്ക് പോകുന്നു. നമ്മൾ തകൃതിയായിട്ട് ഉടനെ വീട്ടിലേക്ക് ഫ്ലാറ്റിൽ പോയിട്ടില്ല. നേരെ മൂപ്പർ തന്നെ പിക്ക് ചെയ്യാൻ വന്നിടത്തുനിന്ന് പിന്നെ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കുട്ടികളൊക്കെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് തെറിക്കാം. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് പോയി ഉണ്ടാക്കാം. മൂപ്പരെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. സാധനം എടുത്തിട്ട് ഇറങ്ങാം അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ പെട്ടി ഉണ്ട് കേട്ടോ. സാധനങ്ങൾ സെറ്റും ഉണ്ട്, അനൗഷും ഉണ്ട്. ഇതാ മൂപ്പര മൂത്ത മോന്റെ പേര് അബാൻ. ഓക്കെ, നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പുറത്ത് എടുത്തിട്ട് വരല്ലേ? ഷൂട്ട് സ്റ്റാർട്ടായി. അപ്പൊ ഓക്കെ, ഇതാ മൂപ്പര് പിന്നെ ഷൂട്ട് നിർത്തി വിചാരിച്ചിട്ട് ഒന്നും കൂടെ എടുത്താണ് കേട്ടാ. അപ്പോ ഷഹീനെ എല്ലാരും ഞാൻ പരിചയപ്പെടുത്താം. ഇതിന്റെ പിന്നെ റെസിപ്പി ഇന്നത്തെ വ്ളോഗിന്റെ തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പത്തുന്ന
നല്ല ഉഗ്രൻ സാധനമാണ്. നിങ്ങൾ ആ റെസിപ്പി എന്തായാലും ഫോളോ ചെയ്തിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ഷഹീനാണ്, ഷഹീന്റെ വൈഫാണ്. ഷഹീൻ ഒന്ന് സ്വന്തം പറയാം അല്ലോ. എന്റെ പേര് ഷഹീൻ. മാസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ദുബായിലുണ്ടായിരുന്നു അല്ലേ? ദുബായിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് ഒരു വർഷമായി, 2 വർഷമായി. കോഴിക്കോടാണ് സ്ഥലം. അപ്പൊ കോഴിക്കോട് അറിയാലോ, കോഴിക്കോട് ഫുഡി എല്ലാരും. മേജർ കോഴിക്കോടും കണ്ണൂരും തന്നെയാണ് സ്ഥലങ്ങൾ ഫുഡിന്റെ. അപ്പൊ ഇവിടുത്തെ ദുബായ് വെച്ച് കമ്പയർ മസ്കറ്റ് ഫുഡി ഇതല്ല. ഇവിടെ ഫുഡ് എന്താ പറയാ, ഇങ്ങനത്തെ ഓരോരോ റെസ്റ്റോറൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ നല്ല നല്ല ഫുഡ് കാണുകയാണെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുക, അതിന് മാർക്കറ്റിംഗ് ചെയ്യും. ശരി, അത് നല്ലത് എല്ലാവരിലേക്ക് എത്തിക്കാന്നുള്ളതാണ്. അതെ അതെ അതെ. അങ്ങനെ എന്തായാലും പറയാ, നമ്മളൊരു ആഗ്രഹമായിരുന്നു നിങ്ങളെ യൂട്യൂബ് ചാനൽ കുറെ കാണാറുണ്ട്. ഞാനല്ല, വൈഫാണ്. മൂപ്പരാണ് കാണാൻ, ഞാൻ കുറച്ച് കാണാറുള്ളൂ. പക്ഷെ വൈഫ് ഭയങ്കര ഫാനാണ്. അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ നമ്മള് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണമെന്ന് നമ്മളന്ന് ഓണസദ്യക്ക്. പിന്നെ അതല്ല, ഇറ്റ്സ് ഗുഡ്. താങ്ക് യു വെരി മച്ച്. നമ്മള് നേരത്തെ ഷഹീനെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ ലുലുവില് വെച്ചിട്ട്. അപ്പൊ ഷഹീന്റെ വൈഫ് ഉണ്ട് ഇവിടെ. വൈഫ് പേര് ബാക്കി എന്താ പറഞ്ഞോ കരുതല്ലൊക്കെ. ഇവരും കോഴിക്കോട് തന്നെയാണ് അല്ലേ? 2 കുട്ടികള്. അബാൻ അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ ഡയറക്റ്റ് വന്നപാട് നമ്മൾ പിന്നെ ഈ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു 3 to 4 റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ നമുക്ക് വ്ളോഗിന്റെ കണ്ടിന്യൂറ്റി ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ടേസ്റ്റ് പാർട്ടിന്റെ ഇടയിൽ വ്ളോഗിലേക്ക് വന്നാണ്. അപ്പോൾ നമുക്കിനി പിന്നെ ഫുഡ് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതിന്റെ ഒരു വൈൻഡപ്പിന്റെ ഒരു വ്ളോഗ് വൈൻഡപ്പ് പറയാം. നമുക്ക് കുക്കിങ്ങിന്റെ ബാക്കി പാർട്ടിലേക്ക് പോവാം. പോവാ കുക്കിങ്ങിന്റെ ബാക്കി. നമ്മള് ഈ കുക്കിംഗ് സീരീസിൽ, ഈ ഹോം കുക്കിംഗ് സീരീസിൽ ശരിക്കും ഫുൾ ഒന്നിച്ച് കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നിച്ച് കഴിക്കുന്ന ഏർപ്പാടല്ല. 1 by 1 ഒന്ന് ഉണ്ടാക്കുക, വന്ന് കഴിക്കുക, എന്നിട്ട് അടുത്ത് ഉണ്ടാക്കുക. ആവുമ്പോ നമുക്ക് നല്ല സ്ലോലി ഒരു ഫ്രീഡത്തിൽ നല്ല ചൂടോടെ എല്ലാം ഫ്രഷ് ആയിട്ട് കഴിക്കാലോ. അതാ പറഞ്ഞ നമ്മള് ഓരോന്ന് വെയിറ്റ് ചെയ്ത് വെക്കുമ്പോ ഗാർലിക് ബ്രെഡ് അടിച്ചപ്പോ തന്നെ റേഞ്ച് മനസ്സിലായി. ഇപ്പൊ അടുത്തത് എന്താണെന്ന് കണ്ടറിയണ്ട്. അതൊന്ന് ഉച്ചക്ക് മുതൽ നമ്മള് കാലിയാ. ശരി, ഓക്കെ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ ഇവിടത്തേക്കുള്ള. ഓക്കെ, എനിവേ നമുക്ക് അതിന് കുക്കിങ്ങിലേക്ക് പോവാം. ഇത് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. ഏത് പിസ്സ എന്താന്നുള്ളതൊക്കെ നമ്മൾ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഏകദേശം ഇതൊരു 4 പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നിങ്ങൾ പിന്നെ ഗാർലിക് ബ്രെഡിൻ്റെ അത് നേരത്തെ കണ്ടില്ലേ? ഗാർലിക് ബ്രെഡ് എന്നാൽ സാധാ ഗാർലിക് ബ്രെഡല്ല, അതിലെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സംഭവമാണ്. പിന്നെ വേറെ റെസിപ്പി ഉണ്ട്, അതൊക്കെ വരും. ഓക്കെ, ഇത് സൂപ്പർ സാധനം കേട്ടോ. എൻ്റെ മുമ്പത്തെ പിസ്സ പോലെയല്ല. അതൊരു ടേസ്റ്റ്, ഇതൊരു ടേസ്റ്റ്. ഓക്കെ, നമുക്ക് ഇനി വ്ളോഗിൻ്റെ മറ്റുള്ള പാർട്ടിലേക്കൊക്കെ, കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്കൊക്കെ പോവാം. ഉണ്ടോ? ഇത് അടിയായിട്ടുണ്ട്. ഇതാ നല്ല കുക്കായി. ഇതാ കളേഴ്സ് കണ്ടില്ലേ? അടിപൊളി. പ്ലേറ്റും ഉണ്ട്. ഇതിന്റെ മോളുടെ ഭാഗമാണ് ഉള്ള പറയാനുള്ള ഉള്ളിലേക്ക് അങ്ങോട്ട്. നല്ല ഞാൻ അങ്ങനെ ഫസ്റ്റ് കണ്ടു ഇങ്ങനെ സംഭവം തുടങ്ങിയപ്പോ ആക്ച്വലി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ട് കാറിൽ കയറാൻ വരുമ്പോ കാർ നിന്നിട്ട് മൂപ്പര് എടുത്തിട്ട് നമ്മളെ രണ്ടാക്കും ഒരു സർപ്രൈസ് ആക്കിയിട്ട് തന്ന്. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ചോട്ടക്കും ഇവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ഉണ്ടാക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കതിന് നമ്മളിവിടുന്ന് പോകുന്ന ഒരു പാർട്ടാണ്. ഇതുവരെ ഓൾമോസ്റ്റ് നല്ല ലേറ്റായി അല്ലേ? ഒരുപാട് സമയമായി. ഫുഡ് നല്ല കഴിക്കാൻ പറ്റില്ല. അതന്നെ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ നേരിട്ട് കാണാൻ പറ്റി, ഫുഡ് കഴിക്കാൻ പറ്റില്ല. കറക്റ്റ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റിൽ നമുക്ക് ശരിക്കും കിട്ടി. അതന്നെ, വേറൊന്നുമില്ല. അതിന് പറയാനുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ എന്താ പറയാ, നേരത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാസ്റ്ററാണ്, നിങ്ങളെ പാഷനാണ് ഡെലിവറി ചെയ്യുന്നത്. വേറെ ശരിക്കും നമുക്കിപ്പോ ഈ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തപ്പോ നിങ്ങളെ ആ എന്താ പറയാ
the way of choosing an item. സാധാരണക്കാരൻ ഞാൻ നിങ്ങളെപ്പോഴും കുറച്ചൊരു സ്പെൻഡ് ചെയ്തപ്പോ അത് ശരിക്കും വ്യത്യാസമാണ്. കാരണം ഇന്ന സാധനം എടുക്കണം, ഇന്ന സാധനമാണ് എടുക്കണ്ടെന്നുള്ളത് അത് എനിക്കറിയില്ല. അത് ചിലപ്പോ ബൈ ബർത്ത് കിട്ടണം, എങ്ങനെ നിങ്ങൾക്ക് ആ കഴിവ് കിട്ടിയെന്നറിയില്ല. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടാവണം, ഓരോരുത്തർക്ക് ഓരോ സ്കിൽ ഉണ്ടാവണം. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇതേമാതിരി യൂട്യൂബിൽ വന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഔട്ട്പുട്ട് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തർക്ക് ആ ക്ലിക്ക് ആവുന്നത്. ഇന്ന സാധനം ഇപ്പൊ നേരത്തെ ഞാൻ സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യാൻ പോയപ്പോ എനിക്കറിയില്ല, ഞാൻ ഇന്ന പീസ് എത്തിയേക്ക് നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞു തരുമ്പോ. സോ സിമിലർലി അതാ ഞാൻ പറയാം, നിങ്ങളൊരു മാസ്റ്ററാണ്, ആർട്ട് ഓഫ് കുക്കിംഗ് ശരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ വിലപ്പെട്ട സമയം നമ്മൾക്ക് ചെലവാക്കി ടേസ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ രണ്ടാളും ഫുഡീസാണ്. അപ്പൊ എന്താ ഓക്കെ, നമുക്കെന്നാ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ ഉപരി അനൂഷ് പോയിട്ട് ക്യാമറ വലിച്ചത്, അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് ഇതാക്കിയത്. നമ്മള് പെണ്ണുങ്ങളാണല്ലോ അധികം കുക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ പിന്നിലുള്ള എഫേർട്ടും എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ അതിലും കൂടുതൽ ടൈം എടുത്തിട്ടാണ് ബാക്കിയുള്ള വ്യൂവേഴ്സിനും കാണണം, നമുക്കും ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതില്. അപ്പം മാസ്റ്റേഴ്സിന് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയാ, നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പോക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ബബായി പറയാം അല്ലെ. പിന്നെ ഞാൻ പറയാൻ വിട്ടു, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൂപ്പർക്ക് വ്ളോഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വ്ളോഗ് എന്നല്ല, ശരിക്കും ഇൻസ്റ്റയില് ഒരു പേജ് ഉണ്ട്. ആ പേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞെടുത്ത. വീക്കെൻഡ് ഫുഡി എന്നാണ്. ഞാൻ അധികം നല്ല ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ ചെയ്യാൻ, അതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ എത്തിപ്പെട്ടത് ഫുഡിന്റെ അടുത്തേക്കാണ് എത്തിപ്പെട്ടത്. നല്ല ഫുഡ് അടിക്കുക, അതിനെപ്പറ്റി റിവ്യൂ, അതാണ്. കാരണം നല്ല ആൾക്കാർ ഇതേപോലെ മാർക്കറ്റിലുണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. നല്ലതിലേക്ക് ആൾക്കാർ പോയിപ്പെടാ, അതാണ് എന്റെ ഒരു മോട്ടോ. അതാണ് ആ ഒരു പേജ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഞാൻ കുറെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്, കുറെ സ്ഥലത്ത് പോയിട്ട് ഫുഡ് അടിക്കും, നല്ലതുണ്ടാവും. അപ്പൊ നല്ലത് മാത്രം ഇടാം. പിന്നെ ഇത് വരുന്നത് വേണമെങ്കിൽ ബാഡ് റിവ്യൂ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ പൊതുവെ അങ്ങനെ. അപ്പൊ അങ്ങനെ അത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷം, എന്താണ് വളരെ ഹാപ്പി പേജിനെ പറ്റി പറഞ്ഞു. താങ്ക് യു. എന്തായാലും നിങ്ങളത് വളരട്ടെ, എല്ലാം വളരട്ടെ. അനൂഷ് ബാ, നമുക്ക് ഇത് പറയല ചാച്ചു ബാ. ഇവിടെ ഫുള്ള് ഗെയിം കളി, എന്താ സ്ക്രീനൊന്നും കാണും, ഫുള്ള് ഗെയിം കളി വന്നിട്ടാ. അതിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വാ ടാറ്റ പറയാലോ, വാ അനൂഷ് വാ. അത് അവിടെ ബൈ പറയാലോ, അവിടെ എല്ലാരും കാത്തിക്കുന്ന. വാ ടാറ്റ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം, ടാറ്റ പറഞ്ഞിട്ട് എടുക്കാമല്ലോ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇതിന്റെ എല്ലാ റെസിപ്പിയും 1, 2, 3, 4 റെസിപ്പി എന്തായാലും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. 4 റെസിപ്പി ഇന്ന് ചെയ്തേ. അപ്പോൾ എല്ലാവരും അത് ഇതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം. അപ്പോൾ മൂപ്പര ആ ഇൻസ്റ്റാ പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമുക്ക് ടാറ്റ ബൈ പറയാം. ഓക്കെ, താങ്ക് യു.